ഈ അന്തഃപുര രഹസ്യം അറിയാൻ പലർക്കും താല്പര്യവും, പ്രത്യേകിച്ച് സിനിമാക്കാരുടെ അന്തഃപുര രഹസ്യം. അത് പൊതു ഇടങ്ങളിൽ പോലും പല കാര്യങ്ങൾ സംഭവിക്കുമെങ്കിലും പിന്നീട് അതൊരു അന്തഃപുര രഹസ്യമായിട്ടങ്ങ് മാറും. ഗോസിപ്പുകൾ. അതെ, അതിലൊന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ സിനിമയിലൂടെ നമ്മളെയൊക്കെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണിയൻപിള്ള രാജു റോഡിൽ ഉണ്ടാക്കിയ ഒരു കോലാഹലം. എന്താണ് അതിൽ നിന്നും തോന്നുന്നത്? സാധാരണഗതിയിൽ നമുക്ക് ഈ ഗോസിപ്പുകളിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു സംസാരമാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഈ ഗോസിപ്പിൻ്റെ കൂടെ ഈ മണിയൻപിള്ള രാജുവിൻ്റെയും ശ്രീനിവാസൻ്റെയും ഒക്കെ പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന്. അപ്പോൾ മണിയൻപിള്ള രാജുവിൻ്റെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞും കൂടെ. അപ്പോൾ ഈ പല കള്ളങ്ങളുടെ ഇടയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരുപദ്രവകരമായിട്ടുള്ള, അത് ആവശ്യമില്ലാത്തൊരു കാര്യം നമ്മൾ ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് പറയുമ്പോഴത്തേക്ക് ഈ കുറ്റാന്വേഷണത്തിൽ താല്പര്യമുള്ളവർ അതിൽ കയറി പിടിക്കും. അതായത് നടന്ന സംഭവമായിട്ട് യാതൊരു പ്രാധാന്യമില്ലാത്തൊരു കാര്യം വിവരിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക്, അത് നമ്മുടെ ഭാഗത്തേക്ക് അത് കുത്തിക്കയറ്റാൻ ശ്രമിക്കും പോലെ നമ്മൾ തോന്നുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഏതോ ഒരു കാര്യം മറയ്ക്കാനാണ് അവർ പറയുന്നത്. കാപ്പി കുടിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അല്ല ഞാൻ പുട്ടാണ് കഴിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പുട്ട് നമ്മൾ അടുത്തോട്ട് തള്ളാനുള്ള ഒരു ശ്രമം നടത്തും പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഈ മണിയൻപിള്ള രാജുവിൻ്റെ സംസാരം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് ഊന്നി പറയുന്നൊരു കാര്യം, രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. രണ്ട്, ഞാൻ ഭയപ്പെട്ടു പോയി എന്ന്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് ഭയപ്പെടാൻ, ഇപ്പം ഒരു കാർ ആക്സിഡൻറ്റ് നടക്കുന്നു. ഈ കാർ ആക്സിഡൻറ്റ് നടന്ന സ്ഥലവും ഇദ്ദേഹത്തിൻ്റെ വീടും ഈ ഏറ്റവും അടുത്ത മ്യൂസിയം പോലീസ് സ്റ്റേഷനും തമ്മിൽ ഇതെല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സാധനങ്ങൾ. അപ്പം നമുക്ക് അങ്ങനെ മനസ്സിലൊരു ഭീതി തോന്നിക്കഴിഞ്ഞാൽ, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, എന്നെ 4-5 പേര് ചേർന്ന് തല്ലാൻ വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഓടിപ്പോകുന്നത് അടുത്ത പോലീസ് സ്റ്റേഷനിലായിരിക്കും ഓടിപ്പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വളരെ സേഫ്റ്റി തരുന്ന ഒരു സ്ഥലമായിരിക്കും എന്നുള്ള ധാരണ നമുക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഭയം തോന്നിയിട്ടുണ്ടെങ്കിൽ കാറ് നേരെ വിടാതെ ഇടത്തോട്ട് തിരിഞ്ഞിരുന്നെങ്കിൽ നേരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭയം മാറുമായിരുന്നു. അപ്പോൾ ആ ഭയം മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന ഭാര്യയെ പോയി കാണുകയും ഭാര്യയുടെ അടുത്ത് എത്തിയിട്ട് മൊബൈൽ ഓഫ് ചെയ്യുകയും പിറ്റേന്ന് രാവിലെ വരെ പുള്ളിക്കാരൻ സൈലന്റിലായിരിക്കുകയും ചെയ്തത്. ഇതിനിടയ്ക്ക് പോലീസുകാർ അന്വേഷിച്ച് വന്നു. അപ്പോൾ കാർ വേറൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പുള്ളിക്കാരൻ വേറൊരു വഴിക്ക് പോയി. ഇതൊന്നും ഭയപ്പാടിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കാറ് പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ ക്ലബിൽ തന്നെ കയറാമായിരുന്നല്ലോ. അതെ, അല്ല അവർക്ക് സുരക്ഷിതമല്ല. അല്ല, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഇദ്ദേഹം വണ്ടി പുറത്തോട്ട് ഇറക്കിയിട്ട് വലത്തോട്ട് തിരിഞ്ഞു പോകുന്നതിനിടയ്ക്ക് ഈ വണ്ടി വന്ന് ഇടിച്ചിട്ട് പോയതാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് വണ്ടി നിർത്തിയിട്ട് നീ എന്തിനാ ഇടിച്ചു എന്ന് ചോദിച്ചാൽ മതി, വേറെ പ്രശ്നമില്ല. അപ്പം ഭയക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ ഭയക്കണമെങ്കിൽ, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ ഞാൻ ഭയക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ പണ്ട് ഇതുപോലെ ഒരു കാർ ആക്സിഡന്റ് നടന്നുകൊണ്ടാണ് കേരളത്തിൽ കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അപകടങ്ങളിൽ പെടുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ ഭയക്കണമെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഭയക്കേണ്ട കാര്യമുള്ളൂ. അതായത് പോലീസുകാർ പെട്ടെന്ന് വിളിച്ചിട്ട് ഒരാളുടെ പേര് ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പേര് വിറച്ചിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ കള്ളമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇതൊക്കെ ചെറിയ സൈക്കോളജിക്കൽ ട്രിക്സ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാറിൽ ഒരാൾ വന്ന് ഇടിച്ചിട്ട് റോഡിൽ വീഴുന്നു. ഇദ്ദേഹം എന്തിനു ഭയക്കണം? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒട്ടും കൺവിൻസിങ്ങും അല്ല. എൻ്റെ വണ്ടിയിൽ, കാര്യം ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മെയിൻ റോഡിൽ നിന്ന് ഞാൻ സൈഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ എത്തുന്ന സമയത്ത് വളരെ സ്പീഡിൽ, പ്രത്യേകിച്ച് ആ ഒരു റൂട്ടെന്ന് പറയുന്നത് ഈ വളരെ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നതിനും ബൈക്ക് റേസിങ്ങിൻ്റെ ഒക്കെ ഒരു സ്ഥലമാണ് ആ ഏരിയ. പ്രത്യേകിച്ച് 9 മണിക്ക് ശേഷം, അവിടെ 9, 10, 11, 12 മണിക്കൊക്കെ ബൈക്ക് റേസ് നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ കാറിൽ വന്ന് ഇടിച്ചിട്ടിട്ട് ഇദ്ദേഹത്തിന് ശാരീരികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്തിനു ഭയക്കണം? അപ്പോൾ അദ്ദേഹം ഭയന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയിൽ വേറെ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കും. എങ്കിൽ മാത്രമേ അദ്ദേഹം ഭയക്കേണ്ട കാര്യമുള്ളൂ. അല്ല, ഈ ഉണ്ടായിരുന്നെങ്കിൽ ഭയക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ ഭയക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഭയക്കണം. ഉണ്ടായിരുന്നെങ്കിൽ ഭയപ്പെടേണ്ട ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഭയക്കണം. ഇല്ലെങ്കിൽ ആ വണ്ടിക്കകത്ത് കോൺട്രാബാൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നോ എന്ന് നോക്കണം. ചിലപ്പോൾ മദ്യമോ മയക്കുമരുന്നോ വേറെന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെന്തിനാ പോലീസിനെ പേടിക്കുന്നത്? ഇപ്പം എൻ്റെ കാറും കൊണ്ട് ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ വരെ പോകുമ്പോഴത്തേക്ക് ഞാൻ എന്തിനു ഭയക്കണമെന്നൊരു ചോദ്യമുണ്ട്. അതിന് അദ്ദേഹത്തിന് മറുപടി പറയണം.
എൻ്റെ വണ്ടി ഞാൻ മെയിൻ റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ലൈസൻസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ വണ്ടിയുടെ RC ഉണ്ട്, ഇതെല്ലാം ഒരു വണ്ടി. റോഡിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ബൈക്കുകാരൻ വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തിനും പേടിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകണം. എന്നിട്ട് അദ്ദേഹം പറയുന്ന വേറൊരു ന്യായം, ഞാനൊരു ക്യാൻസർ റിവേഴ്സ്ഡ് പേഴ്സൺ ആണ്. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഇത്രയും കോടീശ്വരനായ, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് കോടീശ്വരനായ ഇദ്ദേഹത്തിന് ഒരു കാറിന് ഡ്രൈവറെയൊക്കെ വയ്ക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇദ്ദേഹം ക്യാൻസറിൽ നിന്നൊക്കെ പിൻവാങ്ങിയ സ്ഥിതിക്ക്. അദ്ദേഹം 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തന്നെയാണ് വലിയ കോടീശ്വരനായോ? സിനിമയിലൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു വോൾവൊക്കെ എടുക്കണമെങ്കിൽ 1 കോടിയെങ്കിലും വേണമല്ലോ. അദ്ദേഹം നല്ല രീതിയിൽ സിനിമകൾ എടുക്കുന്നത്, നല്ലൊരു നിർമ്മാതാവും കൂടെ. നല്ല രീതിയിൽ പുള്ളിക്കാരൻ എല്ലാ കള്ളങ്ങളും കണ്ട് വളർന്നിട്ട് വന്നുകൊണ്ട് പിന്നെ ഒരുമാതിരിപ്പെട്ട കള്ളന്മാർക്ക് അദ്ദേഹം പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ തന്നെയാണ് ഓടിച്ചിരുന്നത്, പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് പിന്നെ എനിക്ക് ഡ്രൈവർ ഇല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് എന്തോ ഒരു പന്തികേട് നമ്മൾ, അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു കള്ള ലക്ഷണം, പോലീസുകാരന്മാർ പറയത്തില്ല, അവനെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു രീതിയുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് ആകപ്പാട് ഒരു കള്ളത്തരം. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം വണ്ടി ഓടിച്ചു പോയ റൂട്ടിൽ ഒരുപാട് CCTV ദൃശ്യങ്ങളുള്ള വഴിക്കാണ് പുള്ളിക്കാരൻ വണ്ടി ഓടിച്ചു പോയത്. ഒന്നിൽ അതിനകത്ത് കോൺട്രാബാൻഡായിട്ട്, അത് നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറാൻ സാധിക്കാതിരിക്കണമെങ്കിൽ ഒന്നിൽ നമ്മുടെ നിരോധിക്കപ്പെട്ട എന്തെങ്കിലും സാധനം ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവാൻ പാടില്ലാത്ത വ്യക്തികൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കേസിൽ പെട്ടിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മളൊരു പോലീസ് സ്റ്റേഷന്, കാര്യം നമ്മൾ സാധാരണഗതിയിൽ കാണാറുണ്ട്, പോലീസുകാർ നിൽക്കുമ്പോഴത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു കള്ളൻ ഇത്തിരി സ്പീഡിലാണ് നടന്നു പോകണമെങ്കിൽ പോലീസുകാർ അവനെ ഓടിച്ചിട്ട് പിടിക്കുക. കാര്യം എന്ന് വെച്ചാൽ ആ സ്പീഡ് കൂട്ടുമ്പോഴത്തേക്ക് അറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വേറെ എന്തോ ചില കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. എന്തായാലും മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന നല്ല ഒരു നടനും ഒരു നിർമ്മാതാവും തിരുവനന്തപുരത്ത് ഒരു സഹൃദയനുമാണ് അദ്ദേഹം ക്യാൻസർ റിവേഴ്സ്ഡ് ആയിട്ടുള്ള ആളാണ്. അതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ മൊഴികളിൽ നിന്ന് തന്നെ അതിൻ്റെ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാക്കും. എന്നിട്ട് വിൻഡോ പീരീഡ് എടുത്തിട്ട് പുള്ളിക്കാരൻ 11 മണിക്കൂറിന് ശേഷമാണ് ബ്ലഡ്, അല്ലെങ്കിൽ പേടിയുണ്ടെങ്കിൽ ഒന്നിൽ ആശുപത്രി പോകണം, നമുക്ക് പേടിയുണ്ടെങ്കിൽ ഒന്നിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം, അല്ലെങ്കിൽ ആശുപത്രി പോകണം. ഇതൊന്നുമില്ലാതെ ഭാര്യയുടെ അടുത്ത് നിന്ന് പേടി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുണ്ട്. അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നു. അതല്ല, ഇത്രയും ഇദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു വ്യക്തി എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞത്, സിനിമാ നടൻ, സിനിമാ ഫീൽഡിലുള്ളവർ ഗോസിപ്പ് ഉണ്ടാവും. ഞാൻ ഇതിനകത്ത് പറഞ്ഞത്, ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു കേരള കോൺഗ്രസ് പിറന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് സംശയം ജനിപ്പിക്കത്തക്ക ഒരു കൗതുകം അതിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളത് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഒരു കൗതുകം ഉണർത്തേണ്ട ഒരു സംസാരമാണ്, അത്രയോ. അല്ല, എന്ന് വിചാരിച്ച് രാഷ്ട്രീയ പാർട്ടികളൊന്നും പിറക്കാൻ പോകുന്നില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു ആക്സിഡന്റിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടി പിറക്കാനുണ്ടായ കാരണം അങ്ങനത്തെ ഒരു കാരണമായിരുന്നല്ലോ. അതേപോലെ ഇദ്ദേഹം ആ പോലീസ് സ്റ്റേഷനിലോ ആശുപത്രിയിലോ പോകാതെ, വൈദ്യസഹായം തേടാതെ, നിയമസഹായം തേടാതെ അയാൾ വീട്ടിൽ രാത്രി മുഴുവൻ ഒളിച്ചിരുന്നുവെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, പൊതുസമൂഹത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കള്ളമല്ല. രാത്രി വീട്ടിൽ തന്നെ ആയിരുന്നു. അത് എനിക്കറിയത്തില്ല അത് എവിടെയാണെന്ന് അദ്ദേഹത്തിന്. അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാര്യം. അതാണ് അദ്ദേഹം എവിടെയായിരുന്നു. ഈ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എന്തിനും ഭയപ്പെട്ടു, എവിടെ പോയിരുന്നു, എന്തുകൊണ്ട് ഈ വിൻഡോ പീരീഡ് തീരുന്നത് വരെ. ഇപ്പം ഈ തിരുവനന്തപുരത്ത് ശ്രീമൂലം ക്ലബ്ബ്, സുബ്രഹ്മണ്യ ഹാള്, ഇതൊക്കെ ഈ സ്ഥാപനങ്ങളൊക്കെ വയ്ക്കുന്നതും അവിടെയൊക്കെ കല്യാണ സദ്യകൾ നടത്തുന്നതും എല്ലാം മദ്യപിക്കാനും മദ്യവും കൂടെ ഉള്ളതാണ്. മദ്യം ഒരു തെറ്റായിട്ട്, ഒരു വലിയ കുറ്റമായിട്ടോ ഒന്നും കരുതുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അദ്ദേഹം മദ്യപിച്ചായിരുന്നു വണ്ടി ഓടിച്ചിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നിയമ നടപടികളിൽ അദ്ദേഹത്തിന് വരുമായിരുന്നു. എന്തായാലും 11 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇല്ല എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം നിയമത്തിൻ്റെ പഴുതുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷേ ശ്രീറാം വെങ്കട്ടരാമനെ പോലെ പിന്നെ വലിയ ആൾക്കാർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുള്ള ഒരു രീതിശാസ്ത്രം കൂടെ തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഒരു റെക്കോർഡുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.